ഹായ് നമസ്കാരം എല്ലാൻ്റെ ഡെയിലി ജേണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. UK വന്നിട്ട് നമുക്ക് ഒരു ഓണ ഷോപ്പിങ്ങിന് പോയാലോ പോവാം. അപ്പം ലവിക്കുട്ടനായിട്ട് ഇന്ന് ഞാൻ കാർ എടുക്കുന്നില്ല. കാർ ഓൾറെഡി നമ്മുടെ റെനിയുടെ ഇവിടെ ഉണ്ട്. പക്ഷേ നമ്മൾ ബസ്സിലാണ് പോകുന്നത്. അതാണ് കൂടുതൽ സൗകര്യം. പാർക്കിംഗ് ഒക്കെ കിട്ടാൻ ഈ സമയത്ത് ഭയങ്കര പ്രയാസമാണ്. അപ്പം നമുക്ക് സ്ട്രോളറുണ്ട്. അപ്പം നമുക്ക് വിട്ടാലോ ലവി? ആർ യു റെഡി? ഇന്ന് നമ്മൾ കാർ എടുക്കാതെ ബസ്സിനാണ് കേട്ടോ പോകുന്നത്. ഇത് എൻ്റെ കാറല്ല, അച്ഛൻ്റെ ബ്രദർ റെനിയുടെ കാറാണ്. റെനി ദുബായിലേക്ക് പോയിരിക്കുകയാണ്. അച്ഛൻ്റെ അടുത്ത് പപ്പായും മമ്മിയുണ്ട്. അപ്പോൾ എല്ലാവരെയും കൂടെ കാണാൻ വേണ്ടിയിട്ടും അവിടെ ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെയാണ് റെനി പോയിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ലേവക്കൊണ്ടയും കൊണ്ട് സ്ട്രോളറിൽ ബസ്സിൽ പോകുന്നത് കേട്ടോ. ഇതുവരെ നമ്മൾ ഡ്രൈവ് ചെയ്തിട്ടേ ഉള്ളൂ. എന്നെ എപ്പോഴും അച്ചു കളിയാക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ എപ്പോഴും എഴുതിയിട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. അങ്ങനെ എഴുതിയിട്ടതെല്ലാം എനിക്ക് ദൈവം തന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ എഴുതിയിട്ട് പ്രാർത്ഥിച്ചൊരു കാര്യമാണ്, ഞങ്ങൾക്ക് കിട്ടുന്ന വീടിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ ബസ് സ്റ്റാൻഡ് ഉണ്ടായിരിക്കണം, റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരിക്കണം, ഏതെങ്കിലും ഒരു വലിയ സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരിക്കണം. അത് UK തന്നെ 4th ലാർജസ്റ്റ് ടെസ്കോ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ്. ഇതെല്ലാം പ്രാർത്ഥിച്ച് അച്ഛന് കിട്ടിയിട്ട് ടെസ്കോയിൽ പോയി സാധനം മേടിക്കാതെ MNSൽ പോയി സാധനം മേടിക്കുന്നതിന് പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കാത്തതിനുമാണ് കേട്ടോ എന്നെ കളിയാക്കുന്നത്. ഇപ്പോഴത്തെ അച്ചു ഇല്ലാത്ത ഈ സിറ്റുവേഷനിൽ എനിക്കിത് ഒത്തിരി ഹെൽപ്ഫുൾ ആണ്. എൻ്റെ വീട്ടിലേക്ക് ആരെങ്കിലും പബ്ലിക് ട്രാൻസ്പോർട്ട് വഴി വരികയാണെന്നുണ്ടെങ്കിൽ ആരും സ്ട്രഗിൾ ചെയ്യാതെ എത്തണമെന്നും ആഗ്രഹിച്ചിരുന്നു. ലവിക്കുട്ടിന് ബസ്സിൽ നിന്ന് 1-2 ഫ്രണ്ട്സിനൊക്കെ കിട്ടി. ലവിക്കുട്ടി ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ സ്റ്റോപ്പ് ഇവിടെ എത്തി. ഞാൻ ഏത് സ്റ്റോപ്പിൽ ഇറങ്ങും എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. ഞാൻ കയറിയ ബസ് കറക്റ്റാണോ എന്ന് എനിക്ക് ഡൗട്ടായിരുന്നു. എന്തായാലും അത് കറക്റ്റാണ്. നമുക്ക് ഇറങ്ങാം. ഞാൻ സ്ട്രോളർ വെച്ച് ബസ്സിൽ കയറിയതും ഇറങ്ങിയതും കറക്റ്റ് ഡിറക്ഷനിലല്ലായിരുന്നു കേട്ടോ. എന്നിട്ട് ബസ് ഡ്രൈവറാണ് കറക്റ്റ് ചെയ്ത് തന്നത്. ഇനി അങ്ങോട്ട് മുമ്പോട്ട് ഞാൻ ഓക്കെ ആയിരിക്കും. ഫസ്റ്റ് ടൈം വന്നത് ക്രോയിഡൻ സെൻറ്ററിലേക്കാണ്. ഇവിടെ ഞാൻ ഏപ്രിക്കോട്ടിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഒരു 6 ഡ്രസ്സ് എടുത്തു. അതിനകത്ത് 3 സെലക്ട് ചെയ്തു. അതിനുശേഷം മൺസൂണിലേക്കാണ് കയറിയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ലേവക്കൊണ്ട് അത്ര ഓക്കെ അല്ലായിരുന്നു. കയറി അതേ സ്പീഡിൽ തന്നെ ഇറങ്ങേണ്ടി വന്നു. പിന്നെ ഞാൻ ഒത്തിരി ഷോപ്പിംഗ് നടത്തി കേട്ടോ. എല്ലായിടത്തും വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇവിടെ കള്ളന്മാരുടെ ശല്യം ഇപ്പോൾ കൂടുതലായതുകൊണ്ട് തന്നെ ഫോൺ പോകുന്ന വഴി അറിയത്തില്ല. പിന്നെ ലവിക്കുട്ടിനും പ്രാമിലിരുന്ന് ആകെ ബോറടിച്ചു. അപ്പോൾ ഞാൻ ഇറക്കി വിട്ടപ്പോഴത്തേക്ക് അവിടുത്തെ പാട്ടിനനുസരിച്ച് ആൾ നല്ല ഡാൻസ് ചെയ്യാണ് കേട്ടോ. ഷോപ്പിംഗ് പരിപാടി ഏകദേശമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ലവിക്കുട്ടിന് എന്തെങ്കിലും ഒന്ന് മേടിച്ചു കൊടുക്കാമെന്നായിരുന്നു. മെക്ഡിയിലെ നഗറ്റ്സ് അവന് വലിയ കുഴപ്പമില്ല. അതിനകത്ത് എഗ്ഗ് ഉണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. കാരണം അവന് അലർജി കാണിക്കുന്നില്ല. ഇപ്പോൾ എഗ്ഗ് അലർജിയൊക്കെ മാറി വരുന്നുണ്ടോ എന്ന് അറിയത്തില്ല. എന്തായാലും ഞാനൊന്ന് അവന് നഗറ്റ്സ് മേടിച്ച് കൊടുത്തൊന്ന് സെറ്റിലാക്കട്ടെ. എന്നിട്ട് നമുക്ക് ബസ് പിടിച്ച് നേരെ വീട്ടിലേക്ക് പോകാം. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ വിൻഡോ ഷോപ്പിംഗ്. പിന്നെ ലൈഫ്കൂടെ വന്നതിന് ശേഷം വിൻഡോ ഷോപ്പിങ്ങിന് സമയമില്ല. ആവശ്യത്തിനുള്ള കാര്യങ്ങൾ എടുക്കുക, പെട്ടെന്ന് തന്നെ അവൻ്റെ മൂഡ് മാറുന്നതിൻ്റെ മുമ്പ് ഇറങ്ങുക. പിന്നെ അവൻ ഈ ഉറക്കവും വിശപ്പും സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ഇറിറ്റേഷൻ കാണിക്കുന്നത്. അതെല്ലാ കുഞ്ഞുങ്ങളും അങ്ങനെ തന്നെയാണല്ലോ. നമ്മളങ്ങനെ പുറത്തത്തെ ഫുഡ് കുഞ്ഞിന് കൊടുക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ നമ്മൾ ഒത്തിരി ട്രാവൽ ചെയ്യുന്നത് കാരണം 2 വയസ്സിന് ശേഷം പുറത്തിറങ്ങാൻ നേരത്തെ ഞാനിപ്പോൾ അത്രയും കുക്ക് ചെയ്തുകൊണ്ട് പോകാറില്ല. പുറത്തുനിന്നും ഞാൻ ട്രൈ ചെയ്യിപ്പിക്കാറുണ്ട്. അപ്പോൾ അവന് മക്ഡിയിലെ നഗറ്റ്സ് ഇഷ്ടമാണ്. എഗ്ഗ് അലർജി ഉള്ള ഒരാളായതുകൊണ്ട് നഗറ്റ്സ് ഞങ്ങൾക്കൊരു പേടിയായിരുന്നു. പക്ഷേ അക്കയുടെ പിള്ളേരുടെ അടുത്തൊന്ന് ട്രൈ ചെയ്തപ്പം ലേക്കുട്ടൻ വോമിറ്റൊന്നും ചെയ്തില്ല. അപ്പോൾ 1-2 പ്രാവശ്യം കൊടുത്തു. കുഴപ്പമൊന്നുമില്ലാന്ന് തോന്നുന്നു. ഈ ടോളറൻസിൻ്റെ ലെവൽ ആക്ച്വലി മാറി കയറിയും ഒക്കെ ഇരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞു വൺസ് ഒരു 3-4 ഇയേഴ്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് അവർ ഓക്കെ ആയിക്കോളുന്നു. അങ്ങനെ MNS കയറി അവൻ്റെ ഫേവറേറ്റ് ഓറഞ്ചും കാര്യങ്ങളൊക്കെ എടുത്ത് ചിക്കനും മേടിച്ച് അത്യാവശ്യം പച്ചക്കറികളും മേടിച്ച് അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനം വേറൊന്നും കൂടി ഉണ്ട്, MNSലെ ആൽമണ്ട് ക്രോസൻറ്റ്. ഇത് ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ഇതും കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ്. ഇതിനകത്ത് മേക്ക് ഉണ്ടോ ഇല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും അവൻ ഈ സംഭവം വോമിറ്റ് ചെയ്യാറില്ല. അവൻ എല്ലായിടത്തുനിന്നും ഞാൻ ഓറഞ്ച് മേടിക്കാറുണ്ട്, പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ ഓറഞ്ച് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടുത്തെ ഫ്രൂട്ട്സ് എല്ലാം ഓക്കെ, ഓറഞ്ച് മാത്രമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പം ടെസ്കോയിലെ ഫ്രൂട്ട്സും കാര്യങ്ങളൊന്നും മേടിക്കാതെ MNSൽ തന്നെ വന്ന് മേടിക്കുന്നത്. ഞാൻ എല്ലായിടത്തെയും ഫുഡും, അതായത് MNSലെ മാത്രമൊന്നുമല്ല, ടെസ്കോയും ആൽഡിയും അസ്തിയും ഒക്കെ ഫ്രൂട്ട്സും അതുപോലെ തന്നെ എല്ലാം ട്രൈ ചെയ്യിപ്പിക്കും. പക്ഷേ അവൻ എന്താണെന്നറിയില്ല, MNSലെ ഓറഞ്ച് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എല്ലാം മേടിച്ച് താഴോട്ട് ഇറങ്ങാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ആൾക്ക് ചെറിയൊരു ഇറിറ്റേഷനുണ്ട്. എനിക്ക് തോന്നുന്നു ഉറക്കം വരുന്നുണ്ടെന്ന്. അങ്ങനെ പെട്ടെന്ന് തന്നെ ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു. എനിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം മേടിച്ചു. മിടുക്കനായിട്ടാണ് ഇത്രയും നേരം ഇരുന്നത്. ഇനിയും മുമ്പോട്ട് എങ്ങനെയായിരിക്കുന്നത് എനിക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ഉറക്കം വരാൻ നേരത്ത് അവൻ എൻ്റെ കയ്യിൽ വന്നിട്ട് വേണം ഉറങ്ങാൻ. അല്ലെങ്കിൽ ബെഡിലാണെങ്കിലും ബെഡിൽ പോയിട്ട് അവനൊന്ന് തട്ടിക്കൊടുത്താൽ മതി. പക്ഷേ ഇവിടെ എങ്ങനെയായിരിക്കും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ആൾ എൻ്റെ കൂടെ കളിച്ച് ചിരിച്ച് നിൽക്കുമായിരുന്നു കേട്ടോ. വീട്ടിലങ്ങനെ ഫൈനലി എത്തി. പാലും മേടിക്കാൻ മറന്നായിരുന്നു. ടെസ്കോയിൽ നിന്ന് പാലും മേടിച്ച് ഇതേ നമ്മൾ നടക്കുകയാണ്. ഇവിടെ എത്താറായപ്പോഴത്തേക്ക് മഴ പെയ്യുന്നുണ്ട്. ലവിക്കുട്ടിന് നല്ല വിശപ്പുണ്ട്. അവന് ഇച്ചിരി ചോറ് കിട്ടിയാലേ സമാധാനമാവുള്ളൂ. അപ്പോൾ ഞാൻ വേഗം ചെന്ന്
അവനെ ഒന്ന് റെഡിയാക്കി അവനൊന്ന് ഉറക്കട്ടെ. അപ്പോൾ അവ അടങ്ങിയിരിക്കുമായിരുന്നു ബസ്സിലും എൻ്റെ കൂടെ ഷോപ്പിങ്ങിനും ഒക്കെ. പ്രസ് ചെയ്തോ? കീതാ, താങ്ക് യു. ഹലോ, വാ കുഞ്ചുമണി, വാ ജെല്ലി എന്തി ജെല്ലി വായിലിട്ടോ. അവന് മൾട്ടി വൈറ്റമിൻസിന് ജെല്ലി കൊടുക്കും കേട്ടോ. ഞങ്ങളിവിടെ എത്തിയപ്പോഴത്തേക്ക് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. അവനെ കുളിപ്പിച്ച് ഫുഡൊക്കെ കൊടുത്തു. ഇനിയിപ്പോൾ ഉറങ്ങാൻ പോവാണ്. ലവി, എല്ലാവരോടും ഗുഡ് നൈറ്റ് പറ. കീപ്പ ബായ് എന്ന് പറ. ഓക്കെ, ഇതൊക്കെ ടൈഡി അപ്പ് ചെയ്തേ. ഫാസ്റ്റ്. ബോക്സ് കൊണ്ടുവച്ചോ? ഗുഡ് ബോയ് ഉമ്മ. അങ്ങനെ ദേ സ്ഥലത്തെത്തി. രാവിലെ ആയപ്പോഴത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് ഞങ്ങൾ ആക്ച്വലി 2 ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും. പുട്ടും പഴവും എനിക്ക് സനത്തിനും ഭയങ്കര ഇഷ്ടമാണ്. ലവിക്കുണ്ണ അവൻ്റെ അപ്പാടെ ഫാമിലി പോലെ വലിയ താല്പര്യമില്ല പുട്ടിനോട്, പക്ഷെ ഓക്കെയാണ്. എൻ്റെ കയ്യിൽ നിന്ന് ഒരു 3-4 ഉരുളിയൊക്കെ കഴിക്കും കേട്ടോ. അങ്ങനെ ദേ ലവിക്കുണ്ണിന് ദോശയും കൊടുത്ത് ഞങ്ങളുടെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നേരെ വന്നിരിക്കുന്നത് കുഞ്ഞിനെ ഒന്ന് എൻ്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെ നമ്മൾ പല പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ബൗളിംഗ് ലവിക്കുണ്ണ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. സനത്തുണ്ടായതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ വന്നതും. ബിക്കോസ് എനിക്ക് തന്നെ ഇവനെ വെച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ഹാൻഡിൽ ചെയ്യാൻ ഇൻ ദ സെൻസ് എനിക്ക് ഇവൻ്റെ കൂടെ പുറകെ ഓടി നടക്കാൻ പറ്റില്ല. സർജറി കഴിഞ്ഞതുകൊണ്ട് തന്നെ കുറച്ചധികം ഞാൻ അവൻ്റെ കൂടെ ഓടിയിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ കാല് പിന്നെയും വേദനയാവും. ഫസ്റ്റ് ടൈമാണ് ലവിക്കുട്ടൻ ബൗളിംഗ് ചെയ്യുന്നത്. പക്ഷേ അവൻ്റെ ബൗളിങ്ങിൽ സ്ട്രൈക്ക് വീണ് കേട്ടോ. ഞാൻ പല പ്രാവശ്യം ഇവിടെ ബൗളിംഗ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒത്തിരി കഴിഞ്ഞതിന് ശേഷമേ സ്ട്രൈക്ക് വീഴാറുള്ളൂ. പക്ഷെ കുഞ്ഞിൻ്റെ കളി കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. എനിക്കത് ഒറിജിനൽ വീഡിയോ ഇടണമെന്നുണ്ട്. കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വരുന്നത് കാരണമാണ് ആ ഒരു എക്സൈറ്റ്മെൻറ്റും സൗണ്ടും ഒന്നും എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. ലവി ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അത് വാച്ച് ചെയ്ത് നിൽക്കുകയാണ്. 1-2 പ്രാവശ്യം സനത്ത് ബൗളിംഗ് ചെയ്ത് ഇങ്ങനെ വാച്ച് ചെയ്തു. മറ്റുള്ളവരും കളിക്കുന്ന കണ്ടു കേട്ടോ. അതുകൊണ്ടാണ് തോന്നുന്നു അവന് സ്ട്രൈക്ക് ചെയ്തു എന്ന് മനസ്സിലായത് കൊണ്ട് അവിടെ കിടന്ന് തുള്ളിച്ചാടിയത്. ബൗളിംഗ് അവന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് അവിടുന്ന് അവനെ വലിച്ചുകൊണ്ട് പോകാനായിരുന്നു ബുദ്ധിമുട്ട്. പിന്നെ കോയിൻസൊക്കെ എടുത്ത് നമ്മൾ വേറെ ചെറിയ ഗെയിമിലൊക്കെ കയറി അവനെ എൻ്റർടൈൻ ചെയ്യിപ്പിച്ചു. അപ്പോഴത്തേക്ക് ഞാൻ ടയേർഡായി. സനത്ത് ഫുൾ സ്വിങ്ങിലായിരുന്നു. പാവം അവനുണ്ടായത് കാരണം ലവിക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റി. സിംഗിൾ പാരൻറ്റിങ് എങ്ങനെയുണ്ടെന്ന് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സിംഗിൾ പാരൻറ്റിങ്ങിൻ്റെ ശരിക്കുമുള്ള മീനിങ് അറിയാത്ത ചില ആളുകൾ കുട്ടിയുടെ അച്ഛനോ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയോ, കുട്ടി തന്നെയാണോ, ഡിവോഴ്സായോ, ഇങ്ങനെയൊക്കെയാണ് കമൻറ്റ് ചെയ്യുന്നത്. അത് വായിച്ചിട്ട് എനിക്ക് ചില സമയത്ത് ചിരിയാണ് വരുന്നത്. നമ്മൾ വിചാരിക്കും കേരളത്തിലുള്ള ആളുകളാണെന്ന്. അല്ല കേട്ടോ, UK എന്നെ ശരിക്കും അറിയുന്ന ആളുകളാണ് ഇത് കമൻറ്റ് ചെയ്യുന്നതെന്ന് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകും. ഒട്ടും കോമൺ സെൻസ് ഇല്ലാതെയാണ് അതിനകത്ത് കമൻറ്റ് എഴുതി വിടുന്നത്. സിംഗിൾ പാരൻറ്റിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് അച്ഛനില്ല എന്നല്ല അർത്ഥം. ഓക്കെ, എൻ്റെ മമ്മിയും ഡാഡിയും ഇല്ലാത്ത 3 പേരെ നോക്കിയത് കൊണ്ട് മമ്മി സിംഗിൾ പാരൻറ്റിംഗ് ആയിരുന്നു. അതുപോലെ തന്നെ അച്ചു ഇപ്പോൾ ദുബായിലാണ്, ഞാൻ ലണ്ടനിലാണ്. അപ്പോൾ അതുകൊണ്ട് ലവിയെ നോക്കാൻ നേരത്തെ സിംഗിൾ പാരൻറ്റിംഗ് ആയിട്ടാണ് ഞാൻ അതിനെ പറയുന്നത്. ഇനി നിങ്ങളുടെ ഭാഷയിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാം. പിന്നെ ഇനി നമ്മൾ എന്തൊക്കെ കറക്റ്റ് ചെയ്താലും ചില ആളുകളുടെ മെൻറ്റാലിറ്റിയാണ് അവർ കമൻറ്റിലൂടെ അറിയിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഡേ രാവിലെയും ഞാനും ലവിക്കുണ്ണും സനത്തും കൂടെ M&Sൽ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. സനത്തിന് കാറുണ്ടായത് കൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് യൂസ്ഫുള്ളായിരുന്നു. അവൻ എല്ലായിടത്തും എന്നെ കൊണ്ടുപോയി വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു. ലവിക്കുട്ടിനെ ആണെങ്കിലും നല്ല അടിപൊളിയായിട്ട് എൻഗേജ്ഡാക്കി. ഇന്ന് നമ്മളൊരു നൂല് കെട്ടിന് പോവാണ്. നമുക്ക് ബേബി വരാൻ നേരത്ത് ജെൻഡർ റിവീൽ ചെയ്യുന്ന ഒരു ചടങ്ങുണ്ട്. ചടങ്ങ് എന്നല്ല പറയുന്നത്, 5-ാം മാസത്തിലാണ് ജെൻഡർ റിവീൽ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ അറിയിച്ച 2 കപ്പിൾസ് ഉണ്ട്, ഹർഷ ആൻഡ് മേഘന. അവർക്ക് ഒരു ബേബി ഗേൾ വന്നിരിക്കുകയാണ് അവരുടെ ലൈഫിലേക്ക്. അപ്പോൾ ഇന്ന് നൂലുകെട്ടാണ്. ഞാൻ 9 പൊട്ടിക്കുന്നതേ ഒരു നൂലുകെട്ടിൻ്റെ ഡ്രസ്സൊക്കെ ഓർഡർ ചെയ്തു. 0 to 2 months ഡ്രസ്സാണ് കേട്ടോ ഇത്. ഞാൻ പൊട്ടിക്കുന്ന പേജ് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ചെറിയൊരു ഗിഫ്റ്റ് നമ്മൾ ദുബായിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആയിട്ട് ഞാൻ റെഡി ആയിട്ട് പോവുകയാണ്. എൻ്റെ ചുരിദാർ എങ്ങനെയുണ്ട്? സോറി, ഒക്കെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഞാനൊന്നും നോക്കിയില്ല ഗൈസ്. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ടോ? ക്യാമറാമാൻ സനത്താണ്. സനത്ത് പറഞ്ഞു നല്ല ഭംഗിയുണ്ട്. അടിപൊളി. കളർ കോമ്പോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മമ്മിയും ഡാഡിയും ബർത്ത്ഡേക്ക് എനിക്ക് മൈസൂരിൽ നിന്ന് മേടിച്ചിരുന്ന ഡ്രസ്സാണ് കേട്ടോ.
ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്ന് നല്ലൊരു ഫംഗ്ഷൻ ആണല്ലോ, ഇന്ന് ഇതൊക്കെ ഉടുത്ത് റെഡിയായിട്ട് പോകാമെന്ന് കരുതി. ലവിക്കുട്ടൻ സനത്തിൻ്റെ കൂടെ ക്യാമറയിൽ നിൽപ്പുണ്ട്. അവൻ ഇങ്ങോട്ട് വരാൻ ഇച്ചിരി പ്രയാസം, അവനെ ഞാൻ കാണിച്ചു തരാം. എന്താണ് പോണില്ലേ ഹബീബി? എങ്ങനെ ഹബീബി പറയുന്നേ? ഹബീബി ഹബീബി വെൽക്കം ടു ദുബായ് പറഞ്ഞ് കേട്ട് 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 പഠിച്ചു ആള്. അപ്പൊ നമുക്ക് പോവാ. പാല് കുടിച്ചു കഴിഞ്ഞോ? ഈ വഴിയാണോ കാണിക്കുന്നത്? ഓക്കെ ബൈ ദ വേ ഞാൻ ബെൽറ്റ് ഇട്ടിട്ടില്ല കേട്ടോ. ഒരു മിനിറ്റ്. ലവിക്കുട്ടാ എന്താന്നറിയാം, പാട്ടിടാനാണ്. സോഡ പോപ്പ് അല്ലേ? സോഡ പോപ്പിൻ്റെ സോങ് ഇവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഫോണിൽ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. വ്ളോഗ് എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇത് ഇടാൻ പറ്റാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ പണി കിട്ടും. അപ്പോൾ ലവിക്കുട്ടിന് സോഡ പോപ്പിൻ്റെ സോങ് കേൾക്കണം. അപ്പോൾ ഇത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് നമ്മൾ ലേറ്റ് ആകുമെന്നാണ് കാണിക്കുന്നത്. സനത്തിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നല്ല ട്രാഫിക് ഉണ്ട്, സൺഡേ ആയിട്ട് നല്ല ട്രാഫിക് ഉണ്ട്. ലവിക്കുട്ടിന് ഇനി വയലൻ്റ് ആവുന്നതിൻ്റെ മുമ്പേ സോഡ പോപ്പിൻ്റെ സോങ് ഇടട്ടെ. നിങ്ങൾക്ക് ഇഷ്ടമാണോ? ചുമണി കേൾപ്പിച്ചതാണ്. അതിന് ശേഷം അവന് ഭയങ്കര വേണ്ട, നമുക്ക് സോഡ പോപ്പിൻ്റെ സോങ് കേൾക്കാം. ബൈ ഗൈസ്. സേ ബൈ ലെവിൻ. ഹബീബി ഇല്ല. അയ്യോ അതവിടെ വെക്കല്ലേ. എന്ത് നീ വിചാരിച്ചത്? കേക്കോ? പൊന്നു ഡിസ്റ്റർബ് ചെയ്യുവോ? ഹർഷയും മേഘനയാണ് 5th മന്തിൽ ലവിക്കുട്ടനാണ് ഞങ്ങൾക്ക് വരാൻ പോകുന്നതെന്നുള്ള വിവരം അറിഞ്ഞത് കേട്ടോ. 5th മന്തിൽ അറിഞ്ഞെങ്കിലും 8th മന്തിലാണ് റിവീൽ ചെയ്തത്. ഇവരുടെയും 5th മന്തിന്റെ സ്കാനിങ്ങിന് ശേഷം ഞങ്ങളോടാണ് പറയുന്നത് ഗേൾ ബേബി ആണെന്ന് കേട്ടോ. അതറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി. ലവിക്കുട്ടിനെ എനിക്ക് തോന്നുന്നു 3-4 മാസങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അവർ പറയായിരുന്നു വലിയ ബേബി ആയിട്ടുണ്ടെന്ന്. ഇവിടെ ഒരാൾ എവിടെ പോയാലും ഇപ്പോൾ കാറാണ്. ഇപ്പോൾ എൻ്റെ കൂടെ ഷോപ്പിങ്ങിന് വന്നാലും അതുപോലെ തന്നെ കിച്ചണിൽ വന്നാലും ബാത്റൂമിലാണെങ്കിലും എവിടെ പോയാലും ആൾക്ക് കുറച്ച് കാറ് വേണം. പിന്നെ 2 കാർ എന്തായാലും കൈ കാണും. അത് ഈ കൊച്ചു കാറുകളാണ് കേട്ടോ ഇഷ്ടം. ഇതൊക്കെ കൊണ്ട് ഞാൻ എവിടെ വെക്കും എന്നുള്ള ആലോചനയിലാണിപ്പോൾ. ലവിക്കുട്ടിന് ഇപ്പോൾ എവിടെ പോയാലും കാറ് വേണം. ഉറങ്ങാൻ നേരത്തും കുളിക്കാൻ നേരത്തും ഡ്രൈവ് ചെയ്യിപ്പിക്കുകയാണെങ്കിലും എവിടെയെങ്കിലും പുറത്തു പോവുകയാണെങ്കിലും നമ്മൾ ഡ്രൈവ് ചെയ്യുകയാണെങ്കിലും അവൻ്റെ കാർ സീറ്റിൽ ഒരു 3-4 കാറില്ലാതെ അവന് പറ്റില്ല കേട്ടോ. അതും കുഞ്ഞു കാറുകളാണ് അവനിഷ്ടം. എൻ്റെ ഈ ഒരു മാല ഒത്തിരി പേര് ചോദിച്ചു എവിടെ നിന്നാണെന്ന്. സാബുച്ചായനും പ്രസന്ന ചേച്ചിയും സനത്തിൻ്റെയും വകയുള്ള ഗിഫ്റ്റാണ്. എൻ്റെ ബർത്ത്ഡേക്ക് എടുത്തു വെച്ചതാണ്, ഇപ്പോഴാണ് തരുന്നത്. അപ്പം ലവിക്കുട്ടനായിട്ട് നമ്മളിന്ന് ഒരു സ്ഥലം വരെ പോയതാണ്. ചില കാര്യങ്ങളൊക്കെ നമുക്ക് നടക്കത്തില്ല എന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ദൈവത്തിന് ഇഷ്ടമില്ലാഞ്ഞിട്ടാണെന്ന്. അങ്ങനെയല്ല കേട്ടോ. ദൈവം മാക്സിമം ഹാർഡ് സിറ്റുവേഷനിൽ നമ്മളെ എത്തിക്കും. നമ്മൾ അവിടെ വരെ എത്താൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളത് ട്രൈ ചെയ്ത് അച്ചീവ് ചെയ്യാൻ നേരത്താണ് നമുക്കത് കിട്ടാൻ നേരത്തെ ഒരു സുഖമുള്ളൂ. പെട്ടെന്ന് അത് നമ്മുടെ കൈകളിലേക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിനൊരു വില ഉണ്ടാവില്ല. അപ്പം ഇന്ന് അതുപോലെ ഒരു കാര്യം നടന്നിരിക്കുകയാണ്. ഞാൻ ലവിക്കുട്ടനും അത് എല്ലാം സെറ്റ് ചെയ്ത് അയച്ചു കൊടുത്തു. അതെന്താണെന്നുള്ളത് 2 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങളറിയും. അപ്പോൾ നമ്മൾ അച്ചീവ് ചെയ്യില്ല, നമുക്ക് കിട്ടത്തില്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന പല കാര്യങ്ങളും ദൈവം ടഫ് സിറ്റുവേഷനിൽ ഇട്ട് തരും. അത് നമ്മുടെ കൈകളിലേക്ക് വളരെ ഈസി ആയിട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ചിലപ്പോൾ ഒരു വില ഉണ്ടാവത്തില്ല. അതുകൊണ്ടാണ്. ഹലോ ലവി, ഒരു ഹായ് പറഞ്ഞേ. ലവി കാറ് വിട്ടൊരു കളിയില്ല കേട്ടോ. തിരിച്ചു വരാൻ നേരത്ത് ടെസ്കോയിൽ കയറണമെന്ന് ഞാൻ അങ്ങോട്ട് പോയപ്പോഴേ ആലോചിച്ചതായിരുന്നു കേട്ടോ. സമ്മർ സെയിൽ ഉണ്ടായിരുന്നു ഒത്തിരി. പിന്നെ അത് മാത്രമല്ല അവിടെ കൊച്ചു പെൺകുട്ടികളുടെ ഡ്രസ്സ് കണ്ടപ്പോൾ അയ്യോ എന്നെ മാടി വിളിക്കുകയായിരുന്നു. ഈ പെൺപിള്ളേരുള്ളവരുടെ അമ്മമാർക്ക് എത്ര ഡ്രസ്സ് എടുത്താലും കുഞ്ഞുങ്ങൾക്ക് മതിയാകത്തില്ലല്ലേ. ഈ ആൺകുട്ടികൾക്ക് ഭയങ്കര സെലക്ഷൻ കുറവാണ്. നമ്മുടെ ഇവിടെ ഗാർഡൻ്റെ പണി നടക്കുന്നതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ സ്റ്റക്കായി കേട്ടോ. ലവിക്കുട്ടൻ അവരായിട്ട് കളിച്ച് ചിരിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പം നമ്മുടെ സനത്ത് പോയതുകൊണ്ട് ലവിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ അവനെ കൊണ്ടൊന്ന് പുറത്ത് പോയപ്പോൾ അവൻ ഭയങ്കര ഹാപ്പിയായി.
എവിടെ പോയാലും ഒരു ലോഡ് കാറും ഉണ്ടാവും കയ്യിൽ. അത് കൂടാതെ ഈ സ്ട്രോളറും പിടിച്ച് മുകളിലേക്ക് കയറുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ടാസ്ക്കാണ് ഇപ്പോൾ എനിക്ക്. മുമ്പേ അതിൻ്റെ കാര്യം അറിയേണ്ട ആവശ്യമില്ലല്ലോ. ഒന്നെങ്കിൽ നമ്മൾ ഡിക്കിയിൽ വെക്കും. അപ്പോൾ കാർ അവിടെ ഉണ്ട്, പക്ഷെ ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ്. കാരണം ചെറിയ കാറായതുകൊണ്ട് എല്ലാം കൂടെ സ്ഥലമില്ലല്ലോ. അച്ചു ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും അറിയണ്ടല്ലോ. ശരിക്കും അച്ചുവിനെ മിസ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് എടുത്ത് വെച്ച് ലൈഫിക്കൊണ്ട് ചോറ് കൊടുക്കട്ടെ. ആൾക്ക് നല്ല വിശപ്പുണ്ട്. ലിവിക്കുട്ടിൻ്റെ ഫുഡ് റൊട്ടീനൊക്കെ കാണിക്കണം എന്ന് പറഞ്ഞ് എപ്പോഴും ആളുകൾ മെസ്സേജ് അയക്കാറുണ്ട് കേട്ടോ. ഇപ്പം പല ഫുഡും ട്രൈ ചെയ്യാറുണ്ട്. ഇപ്പം നോൺ വെജാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ എൻ്റെ ഈ സ്പെഷ്യൽ സ്പാഗറ്റി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് ട്രൈ ചെയ്തവരൊക്കെ അടിപൊളിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത്, അതായത് 4th വീക്കിൽ ഞങ്ങൾ വാഷിങ്ടണിലായിരുന്ന സമയത്ത് അച്ചുവിൻ്റെ കസിൻ സിസ്റ്റർ ഉണ്ടാക്കി തന്നതാണ്. ആ സമയത്ത് എനിക്കൊന്നും കഴിക്കാൻ പറ്റില്ലായിരുന്നു. 4th വീക്ക് തൊട്ടിട്ടാണ് എനിക്ക് വോമിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തത്. അത് പിന്നെ ഡെലിവറിക്ക് ശേഷമാണ് നിന്നത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ചോറും അതുപോലെ തന്നെ മോരും തോരനേ ഇഷ്ടമുണ്ടായിരുന്നുള്ളൂ. ഞാനന്ന് ഛർദ്ദിക്കാതെ കുറച്ചെങ്കിലും കഴിച്ചത് ഈ സ്പാഗറ്റി ആയിരുന്നു. അന്ന് തൊട്ടിട്ട് എനിക്ക് ഇഷ്ടം തോന്നിയതാണ്. ഞാൻ ആ റെസിപ്പി പഠിച്ചെടുത്തു. ലിവിക്കുട്ടിനും അതിഷ്ടമാണ്. കഴിച്ചവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ നെക്സ്റ്റ് ഡേ രാവിലെ ഞങ്ങൾ ചർച്ചിൽ വന്നു. തലേദിവസം വൈകിട്ട് തന്നെ സ്ഥലത്ത് പോയി കേട്ടോ. നെക്സ്റ്റ് ഡേ ആയപ്പോഴത്തേക്ക് റിജോഷ് എത്തി. കാരണം 2 ദിവസം എനിക്ക് അടുപ്പിച്ച് ഷൂട്ട് ഉണ്ടായിരുന്നു. ഞായറാഴ്ച ദിവസങ്ങളിൽ ഞാനങ്ങനെ ഷൂട്ട് എടുക്കാറില്ല. പള്ളി കഴിഞ്ഞിട്ട് കുറച്ച് നേരം റിലാക്സ് ചെയ്തിരിക്കാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം. പക്ഷെ റിജോഷിന് ഫ്രീ ഉള്ളത് സാറ്റർഡേയും സൺഡേയും മൺഡേ ആയിരുന്നു. അപ്പോൾ ഉള്ള സമയങ്ങളിലാണ് 3-4 ഷൂട്ടൊക്കെ നടക്കുന്നത്. പിന്നെ അതിനുശേഷം നാട്ടിലും പോവാണ്. അപ്പോൾ അതിന് മുമ്പ് ചെയ്യാനുള്ളതെല്ലാം പെട്ടെന്ന് ചെയ്ത് തീർക്കുമായിരുന്നു. അങ്ങനെ സൺഡേയിൽ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം മൺഡേ നമുക്ക് ഈസ്റ്റാമിലാണ്. ഈസ്റ്റാമിൽ പോകാൻ നേരത്തെ ഞാൻ ചെല്ലുന്ന ഒരു സ്ഥലമാണ് ചിന്നു ചേച്ചിയുടെ വീട്. ചേച്ചിയുടെ മോൻ അജു ബേബിക്ക് ലേവിക്കുട്ടെന്ന് വെച്ചാൽ ഭയങ്കര ജീവനാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കോളും അതുപോലെ തന്നെ വീഡിയോ മെസ്സേജും അയക്കാറുണ്ട്. അങ്ങനെ ഈ അജുക്കുട്ടനെ കണ്ടപ്പോഴത്തേക്ക് ഞങ്ങളെ ഒന്നും വേണ്ട. അപ്പോൾ ചിന്നു ചേച്ചിയുടെ അടുത്ത് കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ വേഗം ഷൂട്ടിന് പോയത്. തൊട്ടടുത്ത് തന്നെയായിരുന്നു. ഒരു 5 minutes ഡ്രൈവേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചേച്ചി പറഞ്ഞു പിള്ളേരുടെ കൂടെ അവൻ്റെ ഇരുന്ന് കളിച്ചോളൂന്ന്. അങ്ങനെ ഞങ്ങൾ വേഗം പോയി ഒരു 3-4 മണിക്കൂറിനുള്ളിൽ ഇവിടുത്തെ ഷൂട്ടും പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് നല്ല വിശപ്പായിരുന്നു. ലേവിക്കുണ്ണ് അവിടെ ഫുഡ് കഴിച്ചെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് പോയി. ഷൂട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം പുതിയൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു, അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചു. ഓരോ പ്രാവശ്യം ഈസ്റ്റാമിൽ വരുമ്പോഴും പുതിയ പുതിയ റെസ്റ്റോറൻറ്റിലാണ് പോകാറുള്ളത്. കാരണം ഒത്തിരി ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഉള്ളൊരു സ്ഥലമാണ് ഈസ്റ്റാം. പണ്ട്, അതായത് ഞാൻ അച്ഛനെ കല്യാണം കഴിക്കുന്നതിൻ്റെ മുമ്പേ UK വന്ന സമയത്ത് അച്ഛൻ്റെ സിസ്റ്റർ റൂബി എന്നെ ഈസ്റ്റാമിൽ കൊണ്ടുവന്നിട്ടാണ് ബിരിയാണി മേടിച്ചു തന്നത്. അത് ഞാൻ എന്നൊക്കെ ഈസ്റ്റാമിൽ വരും അന്നൊക്കെ ഓർക്കും. അപ്പോൾ ഗൈസ്, അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ലെവിക്കുട്ടിനെ പിക്ക് ചെയ്യാൻ ചിന്നു ചേച്ചിയുടെ അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ ഷൂട്ടും പരിപാടികളൊക്കെ സൗണ്ട് ആക്ച്വലി ഒത്തിരി വരുന്നു. ഞങ്ങളുടെ ഷൂട്ടും പരിപാടികളൊക്കെ അതിഗംഭീരമായിട്ട് കഴിഞ്ഞു. നല്ല ക്ലൈമറ്റ് ആയിരുന്നു, നല്ല ഫുഡായിരുന്നു, പുതിയൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. സോ അവിടെ പോയി ട്രൈ ചെയ്തു. ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവിടുത്തെ അപ്പവും അതുപോലെ തന്നെ ഫിഷ് മോളിയും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്യുക. അപ്പോൾ ഗൈസ്, അടുത്തൊരു എപ്പിസോഡിൽ പുതിയ വീഡിയോസ് ആയിട്ട് കാണാം. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് എപ്പിസോഡിൽ പുതിയ വിശേഷങ്ങളായിട്ട് കാണുന്നവരേക്കും ഹാവ് എ ഗ്രേറ്റ് ഡേ ഗൈസ്. ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ്. ബൈ.